ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു നീണ്ട 3 ദിവസത്തെ ക്യാമ്പിന് ശേഷം വീണ്ടും കോളേജിൽ പോവാണ്. ഇത്രയും ദിവസം പരിപാടിയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ലീവ് അങ്ങ് പോയി. ഇവിടെ കോളേജ് ലാബ് ലൈറ്റിംഗ് ഗ്രാജുവേഷൻ ഒക്കെ ആയിരുന്നു. തിരക്കിൻ്റെ എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം വീണ്ടും ബാക്ക് ടു കോളേജ്. ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം രാവിലെ എണീറ്റ് കോളേജിൽ പോകുന്നത്. എന്തോ ചെയ്യാനോ പോയല്ലേ. അപ്പോൾ കോളേജിൽ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഒരു 7:15 7:30 ആകുമ്പോഴത്തേക്ക് എണീക്കും. എന്നാലേ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. രാവിലെ തന്നെ ഞാൻ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി കുളിച്ചിട്ടാണ് കോളേജിൽ പോകുന്നത്. കുളിക്കുമെന്ന് പറയുമ്പോൾ തേയൊക്കെ കഴുകിയിട്ടേ പോകത്തുള്ളൂ. എല്ലാ ദിവസവും ഇവിടുത്തെ വെള്ളത്തിൽ തല എനിക്ക് ഒക്കത്തില്ലെന്നേ. അതുകൊണ്ട് ആഴ്ച 2 ദിവസം ഞാൻ നല്ലപോലെ തലയൊക്കെ നനയ്ക്കും. എത്രയും ലേറ്റായിട്ട് എണീക്കാവോ അത്രയും ലേറ്റായിട്ട് ഞാൻ എണീക്കത്തുള്ളൂ. സാധാരണ അവധി ദിവസങ്ങളിൽ ഞാൻ 9 മണിക്ക് എണീക്കത്തുള്ളൂ. 9 മണിക്ക് എണീക്കുന്ന മെസ്സിലെ ഫുഡ് 9 മണി വരെ അത് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മേഘയെ വിളിക്കാം. അവളാണ് ലാസ്റ്റ്. ഞങ്ങൾ ഇവിടെ ഓരോരുത്തരുടെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളെ വിളിക്കത്തുള്ളൂ. അവളൊന്ന് കുളിച്ച് കഴിയാറാകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പരിപാടി തീർത്താൽ മതി. ഇവിടെ കാരണം ഒരു കണ്ണാടിയേ ഉള്ളൂ. ആ കണ്ണാടി നോക്കിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കുളിച്ച് കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് രാവിലത്തെ സ്കിൻ കെയർ ചെയ്യുവേ. സ്കിൻ കെയർ വലുതായിട്ടൊന്നും ഇല്ല, മോയ്സ്ചറൈസർ ഇടും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കോളേജിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് പൊട്ടപ്പോയിട്ട് കണ്ണെഴുതാൻ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ എൻ്റെ ഒരു മുഖത്തൊരു കുറവ് പോലെ എനിക്ക് തോന്നാറുണ്ട്. എല്ലാവരും പറയും ലിപ്സ്റ്റിക് ഇടുന്ന അവർക്ക് കോൺഫിഡൻസ് എന്ന്. പക്ഷെ എനിക്ക് കണ്ണെഴുതുന്നതാണ് എൻ്റെ കോൺഫിഡൻസ്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ പേര് ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇച്ചിരി കളർ കുറവ് മാത്രം. അതിനുവേണ്ടി ഈ കാണിക്കുന്നതൊക്കെ. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നാണ്. പക്ഷെ ബൂസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പൊളിക്സ് ഫീലാണെന്ന് മാത്രം. രാവിലെ ഇഡലിയും ചമ്മന്തിയായിരുന്നു. ഇഡലി സാമ്പാറാണ് സ്ഥിരം തരാറ്. ഇപ്പം ഇവിടെ ഗ്യാസിന്റെ ഷോർട്ടേജ് കാരണമാണ് ചമ്മന്തി ആയിരുന്നത്. എന്നാൽ പോലും വീട്ടിൽ വിടത്തുമില്ല. അവരപ്പോഴത്തേക്ക് മെസ്സിലെ മെനു അങ്ങ് മാറ്റി. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് റെസ്റ്റായി കഴിച്ചേക്കും തയ്ക്കണ്ടേ. ആ കിടപ്പ് കിടന്ന് 2 റീൽസ് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് പോകാനുള്ള സമയം. പിന്നെ പോകാനായിട്ടുള്ള റെഡി ആവാല. പോകാനായിട്ട് പിന്നെ സോക്സ് ഇടണം, ID കാർഡ് ഇടണം, വാച്ച് ഇടണം. എന്തൊക്കെ ചെയ്യണം. പിന്നെ ഒരു സ്പ്രേയും കൂടെ അടിക്കാം. പൊളിച്ചെന്ന് തോന്നൂല്ലോ. അപ്പൊ കോളേജിൽ പോകാം. ബൈ.